കൂട്ടലുകളാണോ? റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം നടത്തുന്ന സർവേ പരിപാടിയോ? ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ കായിക മത്സരത്തേക്കാൾ വാശിയോടെയാണ് മലയാള വാർത്താ ചാനലുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള മത്സരത്തിന്റെ അരങ്ങാണെങ്കിലും യഥാർത്ഥ മത്സരം തുടങ്ങുന്നത് രാത്രി 8 മണിക്ക് ശേഷമാണ്. മലയാള വാർത്താ ചാനലുകാർ അപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ത്രികോണ മത്സരമാണ്. ഇടതുമുന്നണിയും വലതുമുന്നണിയും പിന്നെ BJP മുന്നണിയും. ഇതിൽ ആര് ജയിക്കും എന്നത് 26-ാം തീയതി നടക്കുന്ന വോട്ട് എടുത്തതിന് ശേഷം മാത്രം തീരുമാനിക്കപ്പെടുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സർവേകൾ നടത്തി മുൻകൂട്ടി ഫലപ്രവചനം നടത്തുന്ന ചാനലുകാരുടെ പരിപാടികൾ തുടങ്ങിയിട്ട് കുറെ കാലമായി. കേരളത്തിൽ ഏതായാലും വാർത്താ ചാനലുകൾ പതിവ് പോലെ സർവേ റിപ്പോർട്ടുകളുമായി അരങ്ങ് തകർക്കുകയാണ്. ഓരോ ചാനലുകാരും പ്രവചിക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർ ചിരിച്ചുകൊണ്ട് കുഴയുകയാണ്. ചാനലുകാരുടെ ഫലപ്രഖ്യാപനം കേട്ടാൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും BJPയും അതേപോലെ ജയിച്ചു വരികയോ തോൽക്കുകയോ ചെയ്യുന്ന സ്ഥിതിയാണ്. മലയാള വാർത്താ ചാനലുകൾ ചിലത് ഒന്നിലധികം തവണ സർവേ ഫലപ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഓരോ ചാനലുകാരും സർവേയുടെ വിശദീകരണം നടത്തുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കൃത്യതയുടെ കാര്യത്തിലും വ്യക്തതയുടെ കാര്യത്തിലും മഹാത്ഭുതം സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ചില ചാനലുകാർ തെരഞ്ഞെടുപ്പ് സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഏതായാലും ഓരോ ചാനലുകളും നടത്തുന്ന ഈ സർവേ റിപ്പോർട്ടുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പൊതുജനത്തിന് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്: ഇത് വെറും തട്ടിപ്പ് മാത്രമാണ്. ചില ചാനലുകൾ ന്യൂസ് റൂമിലും ബ്യൂറോകളിലും ഇരുന്നു കൊണ്ട് സ്വന്തമായി തന്നെ പ്രവചിക്കുന്നത് ആർക്കും മനസ്സിലാകുന്ന ഫലപ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഏജൻസി എവിടെ എത്തി, ആരെ കണ്ടു, ആരുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് അത് വിശകലനം നടത്തിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഒരു ചാനലുകാരും നൽകുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ന്യൂസ് റൂമിലും എഡിറ്റോറിയൽ ഡെസ്കിലും വട്ടം കൂടിയിരുന്ന് തട്ടിക്കൂട്ടുന്ന കണക്കുകൾ മാത്രമാണ് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഏർപ്പാടുകളുമായി ചില വാർത്താ ചാനലുകൾ ഇപ്പോൾ ആവേശം കാണിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ ഉത്സവം തന്നെയാണ്. പരമാവധി ജനങ്ങൾ ഇതിൽ പങ്കാളിയാവുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് പൊതു തെരഞ്ഞെടുപ്പ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ചാനലുകൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ പ്രേക്ഷകരിൽ വെറുപ്പ് ഉണ്ടാക്കുന്നു എന്ന കാര്യം ചാനൽ മേധാവികൾ തിരിച്ചറിയുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതും അതെല്ലാം ചേർത്ത് വെച്ച് വാർത്തയിൽ അവതരിപ്പിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വാർത്താ റിപ്പോർട്ടിങ്ങിന് ശേഷം കെട്ടിയിറങ്ങുന്ന രീതി പ്രേക്ഷകരിൽ മടുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു കൂട്ടർ കുതിരപ്പുറത്ത് നടന്ന തെരഞ്ഞെടുപ്പ് വാർത്ത സംഘടിപ്പിക്കുന്നു. വേറൊരു കൂട്ടർ സ്കൂട്ടറിൽ പോയി വാർത്തകൾ ഉണ്ടാക്കുന്നു. ചായക്കടകളിൽ കയറിയും കടലോരത്ത് ചുറ്റിക്കറങ്ങി പെട്ടിക്കടകളിൽ കയറി നാരങ്ങ വെള്ളം കുടിച്ചും കള്ള് ഷാപ്പിൽ കയറി മീൻ കറിയും പൊറോട്ടയും കഴിച്ചും തെരഞ്ഞെടുപ്പ് വാർത്തകൾ സംഘടിപ്പിക്കുന്ന ചാനൽ വിദഗ്ധരുടെ ഈ തരം താണ വാർത്താ ശേഖരണ പരിപാടി ജനങ്ങൾക്ക് മടുക്കുന്നുണ്ട് എന്നത് അവർ തിരിച്ചറിഞ്ഞാൽ നന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏത് പൊതു തെരഞ്ഞെടുപ്പിലും മാറ്റം മറിച്ചിലുകൾ ഉണ്ടാകുന്നത് നിഷ്പക്ഷ വോട്ടർമാരുടെ ശതമാനം എങ്ങോട്ട് മാറി വോട്ട് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. പ്രത്യക്ഷ രാഷ്ട്രീയം ഇല്ലാത്ത നിഷ്പക്ഷരായ ഈ ആൾക്കാർ ചാനലുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നവരുമല്ല. പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കണക്ക് പ്രകാരം വോട്ടർമാരിൽ 10% ആൾക്കാർ നിഷ്പക്ഷ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ്. അവർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികളെ വിശകലനം ചെയ്തുകൊണ്ടും നിലവിലെ സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടും ഒരു തീരുമാനമെടുത്ത് വോട്ട് ചെയ്യുന്നവരാണ്. ഈ 10% നിഷ്പക്ഷ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും മുന്നണികളും സ്ഥാനാർത്ഥികളും വിജയികളായി മാറാറുള്ളത്. ഇത് അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. ഈ യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് വേദികളിൽ ഇപ്പോഴും തുടരുന്ന സ്ഥിതിയുള്ളപ്പോൾ ചാനൽ പ്രമാണിമാർ ഫലപ്രവചനം നടത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം സംശയാസ്പദമാണ്. മാത്രവുമല്ല, കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജനതയാണ്. നല്ലൊരു ശതമാനം ജനങ്ങൾക്കും രാഷ്ട്രീയമായി കൃത്യമായ നിലപാടുകൾ ഉള്ളവരാണ്. അവർ രാഷ്ട്രീയമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു. എന്നാൽ രാഷ്ട്രീയ താല്പര്യക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടില്ല. എങ്കിലും നിഷ്പക്ഷ വോട്ടുകളുടെ എണ്ണമാണ് പലപ്പോഴും വിധിയെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിലെ വാർത്താ ചാനലുകാർ പുറത്തുവിട്ടിട്ടുള്ള ഫലപ്രഖ്യാപനങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: ഇത് ചാനൽ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു തരികിട ഏർപ്പാടാണ്. 3 കോടിയിൽ പരം വോട്ടർമാരുള്ള സംസ്ഥാന
സംസ്ഥാനത്ത് 20,000 പേരെ നേരിൽ കണ്ട് അവരുമായി സംസാരിച്ച് അവർ പറയുന്ന മറുപടിയെ അടിസ്ഥാനമാക്കി കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെ ജയപരാജയ തീരുമാനം ഉണ്ടാക്കുന്നു എന്നത് എന്ത് വിശ്വാസ്യതയുള്ള ഏർപ്പാടാണ് എന്നത് ആർക്കും സംശയമുണ്ടാക്കാം. അപ്പോൾ ഈ ഫലപ്രവചനവും സർവേ റിപ്പോർട്ടുകളും യാതൊരു അടിസ്ഥാനമില്ലാത്തതും ചാനൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മാത്രം തട്ടിക്കൂട്ടുന്ന കണക്കുകളുടെ വെളിപ്പെടുത്തലുകളും അതിൻ്റെ പേരിലുള്ള അവകാശവാദങ്ങളുടെ പെരുമ്പറ മുഴക്കലും മാത്രമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, എത്ര വലിയ ആക്ഷേപങ്ങളും പരാതികളും ആവർത്തിക്കപ്പെട്ടാലും ഇന്നും ഇന്ത്യയിൽ കൃത്യതയും വ്യക്തതയും പരമാവധി നിലനിൽക്കുന്ന വോട്ടെടുപ്പ് സംവിധാനമാണ് ഉള്ളത്. ഒരാൾ സ്വന്തം വോട്ട് രേഖപ്പെടുത്തുക എന്നത് അയാളുടെ സ്വകാര്യ അവകാശമാണ്. അത് നീതിപൂർവമായി നടത്തിക്കൊണ്ടു പോകുവാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരമാവധി കഴിയുന്നുമുണ്ട്. ചുരുക്കം ചില ഇടങ്ങളിൽ ഉണ്ടാകുന്ന കള്ളവോട്ടുകളും മറ്റ് തിരിമറികളും വെറും സ്വാഭാവികം മാത്രമാണ്. രാജ്യം ഒട്ടാകെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഒരു പൗരന്റെ പരമാധികാരം അവന്റെ ഇഷ്ടപ്രകാരം സ്വകാര്യമായി വിനിയോഗിക്കാൻ അവസരം ഉള്ളിടത്തോളം തെരഞ്ഞെടുപ്പിലെ ഫലം എന്നത് വോട്ടിംഗ് യന്ത്രങ്ങൾ തുറന്നു വെച്ച് എണ്ണുമ്പോൾ മാത്രം പുറത്തു വരുന്ന വസ്തുതയാണ് എന്ന കാര്യം പ്രിയപ്പെട്ട ചാനൽ സർവേ വിദഗ്ധന്മാർ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.